ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇതിപ്പോൾ ഒരു വൈകുന്നേരത്തേനെ എന്താ വെച്ചാലേ പകലൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ ഫോൺ കിട്ടൽ കുറവാണ്. അതാണ് ഇപ്പോൾ വീഡിയോ വൈകുന്നേരത്തെ മാത്രമായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ വൈകുന്നേരം പതിവ് പോലെ ചായ കുടിക്കുന്ന സമയമാണ്. ഇത് നമ്മൾ ഒരു പ്രത്യേകതരം കേക്ക് പുതിയത് വാങ്ങിയിട്ട് വന്ന കേട്ടോ. ഗീ കേക്ക് എന്നാണ് അതിൻ്റെ പേര്. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. എനിക്കെന്നല്ല കഴിച്ച് ഞങ്ങളുടെ വീട്ടിലാർക്കും ഇഷ്ടമായില്ല കേട്ടോ. ഭയങ്കര എന്തൊക്കെയോ ഒരു കുത്ത് മുട്ടയുടെ ഒക്കെ ടേസ്റ്റ് ഇങ്ങനെ അറിയാൻ പറ്റുന്നുണ്ട് കേക്കിൽ. ഓൾറെഡി മുട്ട ചേർക്കുന്നത് നമുക്കറിയാം, പക്ഷെ അത് നമുക്ക് അതിൻ്റെ സ്മെല്ല് അങ്ങനെ കിട്ടില്ലല്ലോ. ഇതിൽ കിട്ടണ്ടായി. പിന്നെ നെയ്യുടെ അല്ല, വേറെ എന്തൊക്കെയോ ഒരു കുത്ത്. അത് ഞങ്ങളങ്ങനെ കഴിച്ചില്ല. പിന്നെ അമ്മ ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബിസ്ക്കറ്റ് കഴിച്ച് ഞങ്ങൾ ചായ കുടിച്ച് സംതൃപ്തി അടങ്ങിയെന്ന് വേണം പറയാൻ. 2-3 തരം ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അപ്പം ഇങ്ങനെ ഓരോന്ന് എടുത്തു തരാം കേട്ടോ. അപ്പം ഞാനിങ്ങനെ ക്യാമറ പിടിച്ചിരിക്കുന്ന കാരണം എനിക്ക് എടുത്തു തരുമ്പോൾ ക്യാമറയിലേക്ക് ഫോക്കസ് ആവണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ് ഞാൻ എന്ത് ബിസ്ക്കറ്റാണ് കഴിച്ചതെന്ന്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെന്താ, സാധാരണ അമ്മ മീൻ കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് മീൻ കാണാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഇല കേട്ടോ. ഇത് ഗ്രില്ല് ചെയ്യാം. വറുത്താലൊക്കെ സൂപ്പറായിരിക്കും. ഫ്രഷ് മീനാണ് തോന്നുന്നുണ്ട്. നമുക്ക് ഇതിനെ നേരാക്കിയിട്ട് വരാം. പാത്രങ്ങളൊക്കെ മാറ്റി. ഇന്നിവിടെ വൈകുന്നേരം നല്ല മഴയായിരുന്നു കേട്ടോ. അതായത് ഉഷ്ണത്തിന് ഭയങ്കര ശമനമുണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് വശം. മീമി കൂത്തി. മീമി വേണോ ചോദിച്ചോക്ക? അയ്യോ, മീമി വേണോ ചോദിക്കി? മാമു വേണോ ചോദിച്ചോ? മാമു വേണോ? ബോബു വരും പറ. കണ്ണാ വെച്ചോക്ക്. കണ്ണ എവിടെ? കണ്ണ പോയി. പൂച്ചേ പറഞ്ഞു. പൂച്ചേ ബാബു കാക്ക എങ്ങനെ കാക്ക? കുയില് എങ്ങനെ കുയില്? ഇതില് നോക്ക്, കൂ പറയും. ഇതെന്താ മേത്തക്ക? ഞങ്ങളുടെ നാട്ടിലേക്ക് മഴ പെയ്തു. ഞങ്ങളുടെ നാട്ടിൽ മഴ പെയ്തു. ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. സൂപ്പർ അന്തരീക്ഷമാണ് ഇന്ന്. മീമിയാണോ? പൂച്ച, കള്ളം പൂച്ച. പൂച്ച ഇത് ഞങ്ങളുടെ കള്ളം പൂച്ച അല്ലേ? ഉണ്ടോ? മീമി വേണോ ചേച്ചി? മീമി വേണോ? മീമി വേണോ ചേച്ചി? മീമി തരില്ലേ പറ. തരില്ലേ മീമി? തരില്ലേ പറഞ്ഞേ. പൂച്ചേ, എങ്ങനെ പൂച്ച കയ്യെ സ്വത്ത്? അയ്യോ, അങ്ങോട്ട് പോണ്ട. നമ്മുടെ എല്ലാ മീനുകളും ഫ്രഷായിട്ട് റെഡി ചെയ്യുന്നത് കേട്ടോ. ഇത് അച്ഛൻ, ഇതമ്മ, ഇത് ചേച്ചി, ഇത് അനിയൻ. അങ്ങനെ 5 മീൻകുട്ടികൾ. ഒരു ഫാമിലിയിൽ 5 മീൻകുട്ടികളാണ്. നമുക്ക് വറക്കാടുക്കാം. ഗ്രില്ല് ചെയ്യണം എന്നൊക്കെ പറയണേ. ചിലപ്പോൾ നമ്മൾ ഗൈസ്, ഞാനൊരു കാര്യം പറഞ്ഞില്ല. ഇന്ന് എൻ്റെ ഏട്ടൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 വർഷമായിട്ട്
അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നില്ലായിരുന്നു. ആകെ 3 വർഷമായിട്ടുള്ള ഇന്ന് ഞങ്ങൾ ശരിക്കും മറന്നു കേട്ടോ. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. ജോലിക്ക് പോയ അമ്മ വിളിച്ചിട്ട് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ സങ്കടം തോന്നി, കാരണം 2 പേരും മറന്നല്ലോ എന്നോർത്ത്. പിന്നെ ഞങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്, കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും സാരമില്ല. അപ്പോൾ എന്തോ ഓർത്തിരിക്കണം എങ്ങനെയൊന്നല്ലല്ലോ കാര്യം. 2 പേരും നല്ല രീതിയിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല മഴയായിരുന്നു കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്തോ? ഇവിടെ ഞങ്ങൾ ആറ്റി നോറ്റിരുന്ന് ഒരു മഴ കിട്ടിയിരുന്നു ഞങ്ങൾക്ക്. 2 നമുക്ക് വറുത്തി വെച്ച് ഗ്രില്ല് ചെയ്യുകയും ചെയ്യാം. കറിയും വെക്കണമല്ലോ. സുത്തുട്ടിക്ക് മീൻ അത്ര ഇഷ്ടമാണ് കേട്ടോ. അത് മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ ആൾ നന്നായിട്ട് ഫുഡ് കഴിക്കും. പിന്നെ അപ്പൂനാണെങ്കിൽ മീനൊന്നും വേണ്ട. അതെന്ത് കുഞ്ഞാണെന്നോളും ഇല്ല അപ്പോൾ. അപ്പം നമ്മുടെ മീൻ വെട്ടൽ കഴിഞ്ഞിരിക്കുന്നു. ചിലപ്പോൾ ഇതൊന്ന് കുക്ക് ചെയ്യുന്നുണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ വെഡ്ഡിങ് ആനിവേഴ്സറി ചെയ്ത് കാരണം നമ്മൾ ചിലപ്പോൾ ഒന്ന് പുറത്ത് പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് കയറ്റാം. ഒന്നും കൂടി വാഷ് ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിലേക്ക് വയ്ക്കാൻ കേട്ടോ. അത്തേക്ക് പോകാം. അപ്പോൾ ഗേസ് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ചെയ്ത് കാരണം പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ ഒരു ട്രിപ്പ് പോയി. അപ്പോൾ ഏട്ടൻ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഹോട്ടലിൽ ചെന്നിട്ട് കാണാം. ഇതാട്ടോ നമ്മുടെ ഫ്രണ്ട് വ്യൂ. ഇവിടെയാണ് നമ്മുടെ വീട്. അപ്പോൾ ഞാൻ ഏട്ടനെ പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നു. പോസ്റ്റ് ചെയ്തല്ല, ഏട്ടൻ എന്നെ പോസ്റ്റ് ആക്കിയിരിക്കണം. വരണ്ട് തോന്നുന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഏട്ടാ, 5 മിനിറ്റ് ദൂരമുള്ളൂ. ഏട്ടൻ വരട്ടെ, വെയിറ്റ് ചെയ്യാം നമുക്ക്. നമ്മുടെ ഏട്ടൻ വരണ്ട കേട്ടോ. ചിലപ്പോൾ എന്നെ അപ്പോൾ ചീത്ത പറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ, വീഡിയോ എടുക്കണില്ല. അടച്ചെണ്ണു അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിട്ടാ. ഇത് ഞാൻ കുറേ ആയി ഈ കടയിൽ കയറണ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കണു. അപ്പോൾ ഇന്ന് ഏട്ടനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു, നമുക്ക് ഇന്ന് ഈ ചെറിയ ഇത് തട്ടുകട സെറ്റപ്പാണ്, ഇങ്ങോട്ട് പോവാം. എനിക്ക് പൊറോട്ടയും ബീഫും കഴിക്കണമെന്ന് കുറച്ച് ദിവസമായി ഇങ്ങനെ ആഗ്രഹം. പക്ഷെ ഇതുവരെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പൊറോട്ടയും ബീഫും കഴിക്കാമെന്ന്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ബീഫല്ല നമ്മൾ വാങ്ങിയത്. നമ്മൾ താറാവ് ഇറച്ചിയും പിന്നെ മട്ടൻ്റെ എന്തോ ഒരു സംഭവമാണ് വാങ്ങിയത്. 2 അല്ല, ഇത് തന്നെ കഴിക്കാൻ പറ്റില്ല. എന്നാലും ഗ്രേവി കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. സ്വത്തൂന് ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടാണ് വന്നത്. അലമ്പുണ്ടാക്കുന്ന അറിയാം, അവൾക്ക് കഴിക്കാൻ കുറച്ച് പ്രശ്നമാണെന്നറിയാം കാരണം. പക്ഷെ എന്നാലും അവൾ ഗീ റൈസ് കുറച്ച് കഴിച്ചിട്ടാ. എന്നാലും ഞങ്ങൾ പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഏട്ടനും ബൈക്കിലല്ല, സോറി സ്കൂട്ടിയാണ് എടുത്തു വെക്കാം. ഞങ്ങളിങ്ങനെ പോകുന്നു. പിന്നെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് വീട്ടിലെത്തിയിട്ട് ഇതമ്മ ഞങ്ങൾക്ക് സർപ്രൈസ് തന്നാട്ടോ. ഞങ്ങൾ വാങ്ങിയില്ലായിരുന്നു കേക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ മറന്നേ ഇരിക്കുകയായിരുന്നു. അമ്മ പിന്നെ വന്നപ്പോൾ കേക്കൊക്കെ വാങ്ങിയിട്ട് വന്ന് ചെറിയ കേക്കാണ് വാങ്ങിയത്. അപ്പം ഞങ്ങൾ 3 കൂടി കേക്ക് മുറിച്ചു. ഇതിൻ്റെ ഇടയിൽ ഏതോ ഒരു ഞാഞ്ഞൂളിൻ്റെ തലയുണ്ട്. അപ്പു എന്നെ അവിടെ കടിക്കും കേട്ടോ അങ്ങനെ പറഞ്ഞപ്പോൾ.
അത് ഞങ്ങൾ കേക്ക് എല്ലാവർക്കും കൊടുത്തു. ബ്ലാക്കിക്കും ജൂലിക്കൊക്കെ കൊടുത്തു. ബ്ലാക്കി ആണെങ്കിൽ എന്ത് ഫുഡ് കിട്ടിയാലും പതുക്കെ കഴിക്കുള്ളൂ. ജൂലി ഒന്നാകെ വായിലിട്ടിട്ട് പിന്നെയും തരുമോ കിട്ടുമോ എന്ന് പ്രതീക്ഷ പിന്നെയും നോക്കിയിരിക്കുക കേട്ടോ. അങ്ങനെ ഏട്ടൻ 2-3 പീസ് കൊടുത്തു. അധികം മധുരം കൊടുക്കാനും പറ്റില്ലല്ലോ അവർക്ക്. എന്നാലും അത് 3 പീസ് വീതം ഏട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്വത്തുവാണെങ്കിൽ കേക്കിൻ്റെ പരിസരത്തു നിന്നേ വരണില്ലായില്ല. അവൾക്ക് ഇനിയും വേണം പറഞ്ഞ് അമ്മയാണെങ്കിൽ അതിനെ മേയിച്ചോണ്ട് നടക്കുകയായിരുന്നു. നമ്മളങ്ങനെ തന്നെയാണല്ലോ, കേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പരിസരത്തൊന്നും പോവില്ലല്ലോ. ഇങ്ങനെ നല്ല ഫ്ലേവറായിരുന്നു, നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമായിരുന്നു, പക്ഷെ അപ്പൂന് അത്ര ഇഷ്ടമായില്ല കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വ്ളോഗായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കാതെ ആഘോഷിച്ചാണ് വെഡ്ഡിങ് ആനിവേഴ്സറി. എന്തായാലും സന്തോഷം. 3 വർഷം ഞങ്ങൾ വളരെയധികം ഇണങ്ങിയും വളരെയധികം പിണങ്ങിയാണ്. ഞങ്ങൾക്ക് ഒന്നരാടം പിണക്കാണ്. പക്ഷെ അതൊക്കെ ഒരു ലൈഫിൻ്റെ ഭാഗമാണല്ലോ. ഒന്ന് സീരിയസ് ആവാതെ എടുക്കാണ്ട് ഞങ്ങൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനകത്തേക്ക് വഴക്കൊക്കെ ഉണ്ടാക്കി കൂട്ടാറുന്ന ആൾക്കാരാണ് ഞങ്ങൾ ചിലപ്പോൾ 5 മിനിറ്റ് വഴക്കുണ്ടാക്കി പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ കൂട്ടായിരിക്കും അല്ലേടാ. അത്രേ ഉള്ളൂ ഞങ്ങളുടെയൊക്കെ പിണക്കം. അപ്പോൾ എന്തായാലും ഇനിയും ദൈവം അനുഗ്രഹിച്ചിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് നല്ല ഹെൽത്തി ആയിട്ടൊരു ഫാമിലി ലൈഫ് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അത്രയും ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല, അത്യാഗ്രഹങ്ങളൊന്നുമില്ല. നന്നായിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട്, നമ്മളെയും ബുദ്ധിമുട്ടിക്കാണ്ട് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.